ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും ഡിമോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാനൊരു കണ്ടൻറ്റിനെ കുറച്ച് ലിസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലുണ്ട് വോൾട്ട് മീറ്റർ സെറ്റ് ചെയ്തത്. അതായത് ഞാനിവിടെ ഈ ഒരു സൈഡിലായിട്ടാണ് വോൾട്ട് മീറ്റർ സെറ്റ് ചെയ്തത്. ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത്, അതിനുശേഷം ഞാൻ അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ വോൾട്ട് മീറ്റർ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ വയറിംഗ് ഡയഗ്രം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വന്നായിരുന്നു. കുറേ മെസ്സേജ് എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന പോലെ ഭയങ്കരമായിട്ട് മെസ്സേജ് അല്ല, ആകെ എനിക്ക് അത്ര വ്യൂസ് ഇല്ല. അതിൽ ചെറിയൊരു 5-10 ആൾക്കാർ അയച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ബ്രോ എനിക്ക് ഡെയിലി എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടായിരുന്നു. ആ ബ്രോ എന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, കാരണം അത്രയും പേഷ്യൻസിലുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ചത്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എൻ്റെ ആ ഒരു മൊഡ്യൂള് വെള്ളം കയറി അടിച്ചു പോയി. കാരണം വെച്ചാൽ ആ മൊഡ്യൂള് വാട്ടർ പ്രൂഫ് അല്ല. അതായത് നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളം കയറും. വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല, ഇൻറ്റീരിയൽ യൂസ് ചെയ്യേണ്ട സാധനം അത്. അപ്പോൾ അത് നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് വാട്ടർ റെസിസ്റ്റൻ്റ് ആക്കിയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നോർമലി അത് വെള്ളം കയറി അടിച്ചു പോയി. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിതെടുത്ത് കുറേ മോഡൽ വോൾട്ട് മീറ്റർ ഉണ്ട് നമ്മളിപ്പം വാങ്ങാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും മെയിൻ സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, റൈറ്റ് സൈഡിൽ. അതെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ചിലത് 3-in-1 2-in-1 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ്. പക്ഷെ അതിന് 2000 എല്ലാം കാണുന്നുണ്ട് രൂപ. നമ്മളിപ്പം കാണിക്കുന്നതിനാകെ 110-120 ഒരു 200 രൂപേൻ്റെ ഉള്ളിൽ വരുന്നതാണ് മൊഡ്യൂൾ. അപ്പോൾ അതിൻ്റെ 3 ടൈപ്പ് മൊഡ്യൂൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതായത് വോൾട്ട് മീറ്ററിൻ്റെ അതിലൊന്നിൽ നമുക്ക് വോൾട്ടും കാണാം, ആംബിയറും കാണാം. ബാക്കി രണ്ടിലും വോൾട്ട് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ഒരു 3 ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു 3 ടൈപ്പ് മൊഡ്യൂളുള്ളതെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ടൈപ്പാണ് ഇതെന്ന് വെച്ചാൽ മുകളിൽ വോൾട്ടും താഴെ ആംബിയറും കാണിക്കുന്ന ഒരു മൊഡ്യൂൾ. ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തത്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാവരും എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇത് 2 കളറായിട്ടായിരുന്നു, ഒരു ബ്ലൂവും ഒരു റെഡും. അപ്പോൾ ഇത് ഫസ്റ്റ് മൊഡ്യൂള്. പിന്നെയുള്ളതാണ് ഇതിൻ്റെ ഈ മൊഡ്യൂൾ എന്ന് വെച്ചാൽ വാൾട്ട് മാത്രമേ കാണിക്കൂ. സെയിം ഇതാണ്, സൈസാണ് ഫ്രെയിം. പക്ഷേ ഇത് ബിഗ് സ്ക്രീനിൽ മനസ്സിലായില്ലേ കാണിക്കും. ഇത് സ്മോൾ സ്ക്രീനിൽ രണ്ടും കാണിക്കും, വോൾട്ടും ആമീറ്ററും. ഇത് വോൾട്ട് മാത്രം, ആമീറ്ററല്ല ആംബിയർ. ഓക്കെ. പിന്നുള്ളതാണ് ഈ നോർമൽ ടൈപ്പ്, സിമ്പിൾ സാധനം. ഇത് ഏകദേശം എനിക്ക് സംശയം, എനിക്ക് പ്രൈസ് എനിക്കറിയില്ല, ഒരു 50 രൂപ അങ്ങനത്തെ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റും. 3 മൊഡ്യൂൾ ആണെന്നില്ല, ഇത് കൂടാണ്ട് കുറേ മൊഡ്യൂൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ട് പിന്നെയും കുറേ മൊഡ്യൂൾസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. മിനി വോൾട്ട് മീറ്റർ എന്ന് അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് വണ്ടി കൊടുത്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ റോ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ മൊഡ്യൂൾ എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ മൊഡ്യൂളാണ്. നമ്മൾ വണ്ടിയിൽ ഏതെങ്കിലും ഒരു 2 ലൈൻ ഉണ്ടാവും. ഞാൻ വണ്ടിയിൽ വെച്ച് കാണിച്ചു തരാം. അതിന് മുന്നേ ഇത് പറഞ്ഞു തരുന്ന റോ ആയിട്ട്. നിങ്ങൾക്ക് തിരക്കിന് ഫുൾ വീഡിയോ കാണാൻ മടിയാണെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് കണക്ഷൻ കൊടുത്തോ. ഓക്കെ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ 3 വയറാണ് ഔട്ട് വരുന്നത്, റെഡ്, വൈറ്റ്, ബ്ലാക്ക്. അപ്പോൾ ഈ 3 വയറിൻ്റെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡൗട്ട് വരും, ഈ 3 വയർ നമ്മളെങ്ങനെ കണക്ഷൻ കൊടുക്കണ്ടേ. കാരണം ഏതൊരു ലൈൻ വലിച്ചാലും നമുക്കതിൽ 2 ലൈനേ കിട്ടും. ഒരു ബേസിക് വയറിങ് അറിയുന്നവർക്കുള്ള ഡൗട്ടായിരിക്കും അത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എങ്ങനെ വയറിങ് കണക്ഷൻ കൊടുക്കേണ്ടത് വെച്ചാൽ ഈ വൈറ്റും ഈ റെഡും ജോയിൻ ചെയ്യണം. മനസ്സിലായോ? ഇത് ജോയിൻ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ 2 ലൈനായി. ഓക്കെ. ഇപ്പോൾ ഈ 2 ലൈനാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും. ഇപ്പം ഡൗട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഞാൻ കാണിച്ചിട്ട് കണ്ടോ, 2 ലൈൻ മാത്രമായി, പോസിറ്റീവും നെഗറ്റീവും. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ഏത് പോസിറ്റീവ് നെഗറ്റീവ് ലൈനിലേക്കും ഇതിൻ്റെ കണക്ഷൻ കൊടുത്താൽ ഈ സാധനം വർക്കാവും. ആ ലൈനിലേക്ക് എത്ര വോൾട്ട് വരുന്നുണ്ട് എന്ന് ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് മെഷറാവും. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ആക്യുറേറ്റാണ്, ഏകദേശം ആക്യുറേറ്റ് അല്ല, കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ കാണിക്കുന്നത്, വോൾട്ട് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത്തേത് ഈ ചെറുതിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതിന് ആകെ 2 ലൈനേ ഉള്ളൂ. ഈ 2 ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് 2 പോസിറ്റീവ് നെഗറ്റീവ് ലൈനിലേക്ക് കൊടുത്താലും ഇത് വർക്കാവും, ആക്യുറേറ്റ് ലൈന് കാണിക്കും. ഇത് ഒബ്വിയസ്ലി നിങ്ങൾ ചിന്തിക്കേണ്ടത് 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ടിന് താഴെയുള്ളത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലായി ഇത് കത്തിപ്പോവും, ഇതിനത്രേ താങ്ങൂലൂ. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെയാണ് ഇത് 2ൻ്റെ. പക്ഷേ നേരെ മറിച്ച് ഇതിലേക്ക് വരുന്നത് വെച്ചാൽ കുറച്ചും കൂടി ഡൗട്ട് വരുന്നത് ഈ ഒരു മീറ്ററിലായിരിക്കും. കാരണം ഇതിന് കണ്ട 2 പ്ലഗും, അതിൽ തന്നെ ഒരു പ്ലഗിൽ 3 വയറും, രണ്ടാമത്തെ പ്ലഗിൽ കുറച്ച് കട്ടിയുള്ള 2 റെഡ് വയറും ഉണ്ടാവുക. ഇതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് ഡയഗ്രം എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം.
ഇതിൻ്റെ വയറിങ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇതിന് നിങ്ങൾക്ക് വോൾട്ട് മാത്രമേ കാണണ്ടൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ രണ്ട് ചുവപ്പും ഇതും കണ്ടോ, ഈ റെഡും യെല്ലോവും കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ രണ്ട് റെഡും ബ്ലാക്കും ഒഴിവാക്കിയ ശേഷം ഇതിപ്പം ഈ ബ്ലാക്ക് നെഗറ്റീവിനും ഈ റെഡ് പോസിറ്റീവിനും കൊടുത്താൽ ഇതിൻ്റെ അകത്ത് 2 ആംപിയർ വർക്കാവും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചാൽ എനിക്ക് എങ്ങനെ ഇത് വർക്കാവും. ഫസ്റ്റ് നമുക്ക് ഈ മാസ്ക് വരണം. ഇതിൻ്റെ അകത്ത് കറണ്ടിൻ്റെ ലൈൻ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഞാൻ ബാക്കിലത്തെ കാണിച്ചു തരാം. എന്നാൽ എനിക്ക് ഏതെടുക്കുക, നമുക്കിപ്പോൾ തൽക്കാലം ഫ്രണ്ടിലത്തെ മാസ്ക് തന്നെ വരാം. ഫ്രണ്ടിലത്തെ മാസ്ക് ഊരിയിട്ട് പ്ലഗ് ആൻഡ് പ്ലേ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വർക്കാവും. അപ്പോൾ ഈ 2 ലൈൻ വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക്. ഇതെന്ന് വെച്ചാൽ നമ്മളെ വണ്ടീൻ്റെ ഒരു സ്റ്റോക്ക് വരുന്നത് ഒരൈക്ക് ഈ ഒരു കപ്ലറും മറ്റൊരൈക്ക് ഈ ഒരു കപ്ലറും, അങ്ങനെ 2 കപ്ലറാണ് ഉള്ളത്. അത് ഈ ഐക്ക് ഈ കപ്ലറും ഈ ഐക്ക് ഈ കപ്ലറും. അപ്പോൾ നമ്മൾ മറിച്ച് മൊബൈൽ കൺട്രോൾ മോഡിൽ വെക്കുമ്പോൾ നമുക്ക് ഈ 2 കപ്ലറിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കപ്ലറിൽ നിന്ന് കറണ്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഞാൻ വേറെ നമുക്ക് ഏത് വണ്ടിക്ക് ഏത് മൊഡ്യൂളിന് വേണ്ടിയിട്ട് കറണ്ട് എടുക്കാൻ നമുക്ക് എടുക്കാം. എക്സാമ്പിളായിട്ട് ഓക്സിഡി ഫോഗ് ലാമ്പ് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അന്ന് കറണ്ട് എടുക്കാം. ഇത് കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടത്തേക്ക് കറണ്ട് വരും. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, നമ്മൾ ഈ കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ DRL വർക്കാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ലൈനാണ് ഇത്. അപ്പോൾ അത് നമുക്ക് വേറെ എന്ത് സെറ്റ് ചെയ്യാനും ഉപയോഗിക്കാം. എക്സ്ട്രാ അണ്ടർ ബോഡി ലൈറ്റ് വെക്കാൻ, പിന്നെ ഫോഗ് ലാമ്പ് വെക്കാൻ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലൈനാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കണക്ഷൻ കൊടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മൊഡ്യൂൾ എടുക്കാം. ഇതാണ് മൊഡ്യൂൾ വെക്കാൻ പോകുന്നത് ഫസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ യെല്ലോ ഉണ്ടോ, ഈ യെല്ലോ ഈ ബ്ലൂവിനും ഈ ബ്ലാക്കിനും കൊടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ കണക്ഷൻ കൊടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ബ്ലാക്കിനും ഇതിൻ്റെ ചെറിയ റെഡ് ഈ ബ്ലൂവിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താവുന്നത് കാണിച്ചു തരാം കണക്ഷൻ. കണ്ടോ, ഈ ജസ്റ്റ് ഒന്ന് വർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കറണ്ട് മെഷർ ചെയ്യേണ്ടിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ യെല്ലോ ലൈനില്ലേ, ഈ യെല്ലോ ലൈൻ പോസിറ്റീവിലേക്ക് ടച്ച് ചെയ്യാം. കാണിച്ചു തരാം. കണ്ടോ, പോസിറ്റീവിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ റീഡിങ് വരുന്നുണ്ടോ, അത് വോൾട്ട് മാത്രമേ കാണിക്കൂ. കാരണം ഇപ്പോൾ ഞാൻ വോൾട്ടിൻ്റെ ഡയഗ്രാം കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് വോൾട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഈ റെഡും വോൾട്ടും വർക്ക് ചെയ്യേണ്ടിക്കൽ ഈ റെഡും യെല്ലോവും കൂടി ജോയിൻ്റ് അടിച്ച ശേഷം പോസിറ്റീവിലും കണക്ഷൻ കൊടുത്തിട്ടാകുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് വരുന്നത് ബ്ലാക്കിലും കണക്ഷൻ കൊടുത്താൽ നമുക്ക് വോൾട്ട് മനസ്സിലാവും. ഓക്കെ, കാരണം വെച്ചാൽ സിമ്പിൾ കണക്ഷൻ ആയത്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് എന്ന് വെച്ചാൽ മൊഡ്യൂളിലേക്ക് കറണ്ട് പോകുന്നതും, ഈ യെല്ലോ എന്ന് വെച്ചാൽ മെഷറിംഗ് ആണ്. ഇതിപ്പോൾ നിങ്ങൾ ഏത് ലൈനിന് കൊടുത്താലും അതിൻ്റെ എത്ര കറണ്ട് പാസ്സാകുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ യെല്ലോ ലൈൻ. കപ്ലർ ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് പുറത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കണക്ഷൻ എങ്ങനെ പോകണ്ടേ. അപ്പോൾ ഇതാണ് ആ പ്ലഗ്. ഇതിനകത്ത് പുറത്തേക്ക് വരുന്ന കറണ്ടാണ് ബ്ലൂ പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതുപോലെയാണ് ഇതിൻ്റെ ഇത് വർക്കാവുക. എന്ത് വോൾട്ട് മീറ്റർ വർക്കാവുക. ഇനി ആംബിയറും നമുക്ക് കാണിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ കണക്ഷൻ എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആംബിയർ ആണ് നമുക്ക് കണക്ഷൻ മീറ്ററിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ബ്ലാക്ക് നമ്മൾ യൂസ് ചെയ്യാണ്ട് മാറ്റി വെക്കണം. മനസ്സിലായില്ല? അതായത് ഈ ചെറിയ ബ്ലാക്ക് നമുക്ക് യൂസ് ചെയ്യരുത്. ജസ്റ്റ് കട്ട് ചെയ്ത് കളയണം നമുക്ക് ആംബിയർ നോക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ ആവശ്യം നമുക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ യെല്ലോവും ഈ സ്മോൾ യെല്ലോവും പിന്നെ സ്മോൾ റെഡും കൂടിയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളത് ജോയിൻ അടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ജോയിൻ അടിച്ച ഈ റെഡ് ഇതും കൂടിയിട്ട് നമ്മൾ കറണ്ട് വരുന്നത് ഈ ലൈനാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ഷൻ കൊടുക്കുക. കണക്ഷൻ കൊടുത്തിട്ട് വരാം. കണ്ടോ, ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോക്കസ്. ഇതിപ്പോൾ കണക്ഷൻ കൊടുത്തു. പോസിറ്റീവ് കറണ്ടിലേക്ക് കണക്ഷൻ കൊടുത്തു. നിങ്ങൾ കൂട്ടണം, കാരണം ഇത് പ്ലഗ് ചെയ്ത ഇടത്തേക്ക് കറണ്ട് എത്തി. അപ്പോൾ ഞാൻ ഇത് ആടെ വെച്ചിട്ട് എനിക്ക് കൈ വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവിലേക്ക് കറണ്ട് കൊടുത്തു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ് ഇതിന് കണക്ഷൻ കൊടുക്കുക. ഈ ബ്ലാക്കിന് ഈ വില്ല തടിച്ചത്, കാരണം ഈ ബ്ലാക്ക് നമ്മൾ ഒഴിവാക്കി. ഇനി തടിച്ച ബ്ലാക്ക് നമ്മൾ ഇതിൻ്റെ ബ്ലാക്കിലേക്ക് കണക്ഷൻ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ. ഈ വില്ല ബ്ലാക്കിനും ഈ പോസിറ്റീവ് ഈ 2 ജോയിൻ്റ് അടിച്ച പോസിറ്റീവിനും കണക്ഷൻ കൊടുത്തു. ഇനിയിപ്പം ജസ്റ്റ് ഞാൻ ജോയിൻ്റ് ശരിക്കും കൊടുക്കുക. ഒറ്റ മിനിറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ബാക്കിയുള്ളത് ഈ റെഡാണ്. ഇതാണ് ആംബിയർ കണക്കാക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇപ്പം കൊണ്ടുപോയി കണക്ഷൻ കൊടുത്ത് കാണിച്ചു തരാം.
ജസ്റ്റ് സാമ്പിളായിട്ട് ഇടിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്ത് കണ്ടിട്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് കീ ഓൺ ആക്കി നോക്കാം. കണ്ടോ, വോൾട്ട് മാത്രം കാണിക്കുന്നത്. ഈ വോൾട്ടിന് വേരിയേഷൻ വരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഡിഫറൻസ് ഉണ്ടോ? ഫസ്റ്റ് ആക്കിയപ്പോൾ നമുക്ക് 11 കിട്ടി, പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 14 വരെ പോയി. ഇപ്പോൾ ഇതാ 12 സ്റ്റക്കായി. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ 11.8 ഇപ്പം കാണിക്കുന്നു. അപ്പോൾ ഇതാണ് വോൾട്ട്. ഇപ്പം നമുക്ക് കറക്റ്റ് റീഡിംഗ് ആയി. ഇനി നമുക്ക് കാണിക്കേണ്ടത് ആംബിയറാണ്. ആംബിയർ നമുക്ക് എങ്ങനെ കാണിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ആംബിയർ എന്ന് വെച്ചാൽ നമ്മളിപ്പം വേറെ എന്തെങ്കിലും ഒരു മൊഡ്യൂളിലേക്ക് കറണ്ട് പോയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെയാണ് കാണിച്ചു തരാൻ വന്നത്. അപ്പോൾ ഇതിന് സ്വിച്ച് ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട് ഇതിനൊരു ലൈറ്റ് ഉണ്ട്, വൈറ്റ് ലൈറ്റ് ഇങ്ങനെ കത്തും, ഈ സ്വിച്ച് ലൈറ്റ്സ്. അപ്പോൾ അതിലേക്ക് 2 സപ്ലൈ ആണ് കൊടുക്കേണ്ടത്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇത് എത്ര കറണ്ട് എടുക്കുന്നതെന്നാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുക. ആംബിയറിൽ എത്ര ആംബിയർ ഈ മൊഡ്യൂൾ എടുക്കുന്നുണ്ട് വർക്കാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കണക്ഷൻ കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കറണ്ട് വന്ന 2 ലൈനിൻ്റെ വയർ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ 2 പോസിറ്റീവും നെഗറ്റീവും വയറാണ് ഇതിലേക്ക് കറണ്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ പോസിറ്റീവിലും നെഗറ്റീവിലും കറണ്ട് സപ്ലൈ കൊടുത്താൽ നമ്മളെ ഇത് വർക്കാവും. ഓക്കെ, അപ്പോൾ അപ്പോൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര ആംബിയർ എടുക്കുന്നില്ലതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടത് ഇതിൻ്റെ 2 വയറുണ്ടാവില്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് 2 വയറുണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഈ പോസിറ്റീവ് വയർ നമ്മളെ ഈ കറണ്ട് സപ്ലൈ വരുന്ന പോസിറ്റീവിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് ഇങ്ങനെ ചുറ്റി വെക്കുക. ഞാൻ ചുറ്റിയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ചുറ്റി വെക്കുക, ജസ്റ്റ് നിങ്ങളിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ബാക്കിയുള്ള വയർ ഈ റെഡാണ്, അത് തടിച്ച റെഡ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ കണ്ടോ 4 ആംബിയറാണ് ആ ലൈറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഇടുന്ന് കത്തുന്നതും കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇടുന്ന് ഇളക്കുമ്പോൾ നോക്കിയേ, കണ്ടോ 0 ആംബിയർ, ലൈറ്റ് കത്തുന്നില്ല. കണ്ടോ ലൈറ്റ് കത്തുന്നത് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ അത് കണക്ഷൻ എടുക്കുമ്പോൾ കണ്ടോ 4 ആംബിയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രാം. ഞാൻ ഈ ഡയഗ്രത്തിൻ്റെ ഫോട്ടോ ഞാൻ വരച്ചിട്ട് ഇതിൻ്റെ സെറ്റ് കഴിയുമ്പോൾ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം വീഡിയോൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റ്. ഇതിൻ്റെ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തത് നമ്മളെ സിമ്പിളായിട്ടുള്ള മറ്റേ 2 മൊഡ്യൂളുണ്ട്. അതിൻ്റെയും കൂടി ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം പെട്ടെന്ന്, കാരണം വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഇത് മാത്രമേ കോംപ്ലിക്കേറ്റ് ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ആ ഒരു ഡയഗ്രാം കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഈ മൊഡ്യൂള് ബാക്ക് ഉണ്ടോ ഫുൾ ബോർഡും ചിപ്പൊക്കെയാണ്. ഇത് ഗ്ലൂ ഗണ്ണ് വെച്ച് സീൽ ചെയ്യാണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മഴ പോലും കൊള്ളണ്ട, ഒരു ചാറ്റൽ കൊണ്ടാൽ പോലും ഈ മൊഡ്യൂൾ അടിച്ചു. പിന്നെ റീഡിങ് എല്ലാം മാറും, കാരണം ഇതിൻ്റെ ചിപ്പൊക്കെ തമ്മിൽ എന്തൊക്കെയോ ജോയിൻ്റൊക്കെ ആയിട്ട് ഇത് റീഡിങ് മൊത്തം മാറും. പിന്നെ ഈ മൊഡ്യൂൾ അടിച്ചു പോകും. അത്രയും റിസ്കിന് നിൽക്കാത്തതുകൊണ്ട് നമുക്കിത് വെച്ച് ഗ്ലൂ ഗണ്ണിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടിയിൽ സെറ്റ് ചെയ്യുക. മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം വാട്ടർ പ്രൂഫ് ആക്കുക. ഓക്കെ, അത് നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലൂ ഗണ്ണും MC-ലൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ഗ്ലൂ ഗണ്ണ് വെച്ച് എനിക്ക് കാണിച്ചു തരാൻ എൻ്റെ ഗ്ലൂ ഗണ്ണില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരത്തില്ലെങ്കിൽ ഞാൻ അതും കൂടി കാണിച്ചു തരുമായിരുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം ലാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഫില്ല് ചെയ്തിട്ട് വേണം ഒരു ലീക്ക് ഈ സൈഡിൽ നിന്നെല്ലാം കണ്ടോ, ഈ സൈഡെല്ലാം ലീക്ക് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് മറ്റേ മൊഡ്യൂൾ അത് ഞാൻ കാണിച്ചു തരാം. മറ്റേത് കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്കിത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റും റെഡും വയറാണ്, അത് രണ്ടും ക്രോസ് ആക്കി വെക്കുക. അതിനുശേഷം ഇത് നെഗറ്റീവ് ഉണ്ടാവില്ലേ, ഈ നെഗറ്റീവ് ഈ മൊഡ്യൂളിൻ്റെ കണക്ടർ ഇതാ കണക്ടർ ഉണ്ട് ഇവിടെ. കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് സിംഗിൾ കൈ കൊണ്ടാക്കണം ആ ചൊറ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. ഇത് കൊടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ കണക്ഷൻ ബ്ലാക്ക് പിന്നെ റെഡും വൈറ്റും ജോയിൻ്റ് ആക്കിയത് പോസിറ്റീവിലേക്കും കൊടുത്തു. ഇനി നമുക്ക് ചാവി ഓൺ ചെയ്യാം. കണ്ടോ 12. ഇതിങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നൊന്നുമില്ല. കണ്ടോ ഇതാണ് ഇതിൻ്റെ കളറ്. നമുക്ക് കുറേ സെപ്പറേറ്റ് കളർ വാങ്ങാൻ പറ്റും. ഞാൻ അതിന് എന്തെങ്കിലും ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വാങ്ങിയോണ്ട് ഗ്രീന് വാങ്ങി.
ചോക്ലേറ്റ് തേച്ച് ഞാൻ വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിൾ മൊഡ്യൂളിന് ഇത്രയേ പരിപാടിയില്ല. ഇതാകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഡിജിറ്റൽ കാണിക്കും, അത്രേ വ്യത്യാസമുള്ളൂ. വോൾട്ട് കാണിക്കും, ആംപിയർ കാണിക്കില്ല. ഈ മൊഡ്യൂളും നല്ലത് തന്നെയാണ്. ഇതും മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ സീൽ ചെയ്ത് വാട്ടർ പ്രൂഫ് ആക്കി വേണം, എന്നിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് ഞാൻ മറ്റേ ചെറിയ മൊഡ്യൂൾ കാണിച്ചു തരാം. അത് ഇതിലും സിമ്പിൾ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടാം. ഇതിനാകെ വരുന്നത് 2 വയർ മാത്രമാണ്, ഒരു റെഡും ഒരു ബ്ലാക്കും. ബേസിക് ഇത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബ്ലാക്കിന് ബ്ലാക്കും ഈ ബ്ലൂവിന് പോസിറ്റീവ് റെഡിലും കൊടുത്തിട്ട് ഈ ബ്ലാക്കിന് ബ്ലാക്കും പോസിറ്റീവിന് റെഡും കൊടുത്തിട്ട് ഞാൻ ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സെറ്റ് വരയിട്ടുണ്ടോ. ഇതാണ് സിമ്പിളും ചീപ്പസ്റ്റും ആയിട്ടുള്ള വോൾട്ട്മീറ്റർ, ഏറ്റവും ചെറുത് കണ്ടോ. 11.8 11.9 കറക്റ്റ് റീഡിങ് ആയിട്ട് കാണിച്ചു തരും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. എനിക്കില്ലേ 14. ഇതിൻ്റെ റീഡിങ് ആക്യുറേറ്റാണ്. നമ്മൾ നേരത്തെ കാണിച്ച വോൾട്ടും ആംപിയറും കാണിക്കുന്ന മീറ്ററിൻ്റെ അകത്തും കാണിച്ചത് ഇതേ മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ചീപ്പാന്ന് വെച്ച് നോക്കണ്ട, സാധനം കറക്റ്റ് റീഡിങ്ങാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ് വീഡിയോ. എത്ര ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ പരമാവധി ഷോർട്ടാക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ഇട്ട് തരാൻ നോക്കാം. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ. കാരണം കഴിഞ്ഞ മന്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടേ, ഇപ്പോൾ ഇത് അടുത്ത മന്ത് ഒരു വീഡിയോ കൂടി ഇടുന്നു. ഞാൻ പരമാവധി മാക്സിമം ഞാൻ ഈ മന്ത് തന്നെ ഇനിയും വീഡിയോ ഇടാൻ നോക്കാം. കാരണം നമുക്ക് ഇനിയൊരു ജമണ്ട സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഐറ്റം. ഇത് വെച്ചാൽ ഒരു RC 200 2014 മോഡൽ വണ്ടിയായത്, നോൺ ABS, നമ്മളെ പ്രോപ്പർ കുടുകുടുകുടുക്കു സൗണ്ട് വരുന്ന വണ്ടി. ഇതിന് ഇപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടീഷനല്ല, ഇത് സ്റ്റാർട്ടിങ് കണ്ടീഷനിലാക്കണം. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഓണർ ഇപ്പം 1 ഇയറിൻ്റെ മുകളിലായിട്ട് വണ്ടി വീട്ടിൽ വെച്ചതാണ്. വണ്ടി അതിന് ശേഷം വീട്ടിൽ കിടന്ന് കുറച്ച് അവസ്ഥയായിട്ടില്ലേ, 1-2 സാധനങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട്. ഞാൻ 1-2 സാധനം വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഓയിലും പിന്നെ ഓയിൽ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, സ്റ്റാർട്ടർ കോയിൽ, സ്റ്റാർട്ടർ റിലേ, ഓക്കെ, ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഓണർ പറഞ്ഞേക്കുന്നത് ഈ വണ്ടി മൊത്തം പണിത് ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞ് വേണം നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞത്. കാരണം A to Z വണ്ടി തകരാറുള്ളത് റീപ്ലേസ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്, റീസ്റ്റോറേഷൻ്റെ മുകളിൽ. 2 ദിവസം 3 ദിവസമായില്ലോ വണ്ടി കൊണ്ടുവന്നിട്ട്. ഞാൻ ഫ്രണ്ട് ടയറില്ല. ഈ വണ്ടീൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ, ഞാൻ ഇതിൻ്റെ ഒരു ജേർണി പോലെ ഷോർട്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. ഓക്കെ, അപ്പോൾ ഈ വണ്ടീൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു കുറച്ച് വീഡിയോസുമായിട്ട് ഞാൻ വരും എന്തായാലും. നിങ്ങൾ വെയിറ്റ് ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ MT ചെയ്യാനുള്ള എന്തെങ്കിലും സജസ്റ്റൻസ് അല്ലെങ്കിൽ RC ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. നമുക്കത് എന്നെക്കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ ചെയ്യാം. കാരണം ഇപ്പോൾ വണ്ടിക്ക് ഓട്ടം കുറവാണ്. നമുക്ക് വേണ്ടിക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു മെയിൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ വരുന്നവരെ ഗുഡ് ബൈ.